ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇളനീര് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കാരമൽ പുഡിംഗ് ആണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ കാരമൽ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇളനീരും കരിക്കുമാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ കരിക്ക് എടുത്തിട്ടുണ്ട്. ചെറിയ ഇളം കരിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് പേസ്റ്റായിട്ടോ അങ്ങനെയൊന്നും അരയ്ക്കേണ്ട. ചെറിയ രീതിയിലൊന്ന് ക്രഷായിട്ട് അരച്ചെടുത്താൽ മതിയാവും. ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടാവണം. എന്നാൽ ശരി, ഞാനിത് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. കൂടെ തന്നെ 1 ഗ്ലാസ് അളവിൽ ഇളനീരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ആവശ്യമായിട്ട് വരില്ല, ഇതിൻ്റെ പകുതിയോളം മതിയാവും. പിന്നെ വേണ്ടത് ഒരു 10 ഗ്രാം അളവിൽ അഗറഗറാണ്, ചൈന ഗ്രാസ്. ഞാൻ മുമ്പ് ഒരു പുഡിംഗ് തയ്യാറാക്കിയിരുന്നപ്പോൾ ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടേക്കണം. ഒരു 10 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ അഗറഗർ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊന്ന് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മെൽറ്റായിട്ട് വരില്ല. എന്നാൽ ശരി, ഇതുകൂടി നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ചെറുതായിട്ട് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ഫൈനായിട്ട് പൊടിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഇത്രയും മാത്രമേ പൊടിച്ചെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് തയ്യാറാക്കി തുടങ്ങാം. ഒരു പാനിലേക്ക് നമുക്ക് 1 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന അഗറഗർ കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമ്മളിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ ഈ അഗറഗറെല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതുവരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് വരുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ തിളച്ചിട്ട് 2 മിനിറ്റ് ആയതേ ഉള്ളൂ. നല്ലതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പൊടിച്ചിട്ട് ചേർത്തതിൻ്റെ പേരിലാണ് പെട്ടെന്ന് അത് മെൽറ്റായിട്ട് വന്നത്. അല്ലാതെ നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വരാനായിട്ട്. ഇപ്പോൾ നമ്മുടെ അഗറഗർ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ നോർമൽ പാലാണ് ചേർക്കുന്നത്. പാൽ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന കരിക്ക് കൂടി ചേർക്കാം. ഈ കരിക്കിൻ്റെ ഈ കട്ടയൊക്കെ മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ആ കരിക്കിൻ്റെ കട്ടയെല്ലാം മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഷുഗർ എന്ന് പറയുന്നത് 100 ഗ്രാം ഷുഗറാണ്. ഇതൊരു മീഡിയം അളവിൽ മാത്രമേ മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലൊരു സ്വീറ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ 150 ഗ്രാം ഷുഗർ വരെ നമുക്ക് ചേർക്കാം. ഇനി ഈ ഷുഗർ എല്ലാം നല്ലതുപോലെ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇളനീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ 1 കപ്പാണ് മാറ്റി വെച്ചിരുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിലാണ് ഇളനീര് ചേർത്തിട്ടുള്ളത്. ഇളനീര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തിളപ്പിക്കരുത്. തിളച്ചാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഫുള്ളും മാറിപ്പോവും. ഇളനീർ ഒരിക്കലും തിളപ്പിച്ചെടുക്കരുത്. അതിൻ്റെ പേരിൽ നമ്മൾ ഇളനീർ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്കിതങ്ങ് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിന് വേണ്ട കാരമൽ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറിൽ വരട്ടെ. അപ്പോൾ നമ്മൾ കാരമൽ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ബ്രൗൺ കളറിലായി പോകരുത്. എങ്കിൽ പിന്നെ ചെറിയൊരു കയ്പുണ്ടാകും. അതിൻ്റെ പേരിൽ ഒരു ലൈറ്റ് കളറിൽ തന്നെ നമ്മളിതങ്ങ് എടുക്കണം. ഇതിപ്പോൾ ചെറുതായിട്ട് കളറ് മാറിയിട്ട് വരുന്നുണ്ട്. ഒരു ലൈറ്റ് കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഞാനിപ്പോൾ ഈ സ്റ്റീൽ ബൗളിൽ തന്നെയാണ് നമ്മുടെ പുഡിങ് തയ്യാറാക്കുന്നത്. അതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മൾ ഈ കാരമലൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ചുറ്റിലും നമ്മളിതിപ്പോൾ വേറെ ഏതെങ്കിലും ബൗളിലേക്കാണ് വെക്കുന്നതെങ്കിൽ അതിലേക്ക് നമ്മൾ ഈ കാരമൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഡിസൈനിൽ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളിത് ചൂടായിട്ടിരിക്കുന്ന ടൈമിൽ കൈയൊന്നും വെച്ച് ഇളയരുത്, കാരണം കൈ പൊള്ളിപ്പോവും. അതിൻ്റെ പേരിൽ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ തണുത്തിട്ട് നല്ലതുപോലെ ഉറഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ തട്ടി നോക്കുമ്പോഴത്തേക്കും അത് നല്ല ഹാർഡായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. അത് നല്ല ചൂടായിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് 1 മണിക്കൂർ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിത് പുറത്ത് വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ എന്തായാലും 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രീസറിലല്ല വെക്കേണ്ടത്, നമ്മൾ സാധാരണ നോർമൽ ഫ്രിഡ്ജിലാണ് ഇത് വെക്കേണ്ടത്.
അപ്പോൾ ഇത് തണുത്തിട്ട് വരുമ്പോൾ നമ്മുടെ പുഡിങ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. എന്നാൽ ശരി, ഞാനിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണിത്. ഈസി ആയിട്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് കൂടെ ഇങ്ങനെ കറങ്ങിയിട്ട് വരും. അതിൻ്റെ പേരിൽ ഇത് പ്രത്യേകിച്ചിട്ട് നമുക്ക് വേറെ സ്പാച്ചില ഒന്നും വേണ്ട ഇളക്കി എടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ മാത്രം മതിയാവും. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ കരിക്കും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഒരുപോലെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു പുഡിങ്ങാണിത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്തേക്കണം. നമ്മളെ റെസിപ്പികളെല്ലാം അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.